Hi. Hello family members and welcome back to my channel. ഗൈസ്, ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു പനി പിടിച്ച ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് പോയി പഠിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബുക്കൊക്കെ എടുത്ത് വന്നു. നമ്മൾ സോഷ്യലാണ് ഗൈസ് പഠിക്കാൻ പോണത്. 5th ലെസണൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5th ലെസൺ പഠിക്കാം. അങ്ങനെ ഗൈസ്, നമ്മൾ കുറച്ച് നേരം ഇരുന്ന് പഠിച്ച് ഞാൻ ക്ഷീണിച്ചു ഗൈസ്. കാരണം കുറേ നേരം നമ്മളിരുന്ന് പഠിച്ചാൽ നമുക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ക്ഷീണിച്ചു. ഞാൻ 13 എത്രയോ ക്വസ്റ്റ്യൻ ആൻസർ എത്തി. അപ്പം ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് നേരം കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. ഇനിയിപ്പോൾ വേറെ പരിപാടികളൊന്നും ഇപ്പം തന്നെ നമ്മുടെ തലയിൽ കയറില്ല വേറെ എന്ത് ചെയ്താലും. അപ്പോൾ ജലദോഷം നന്നായിട്ടുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിലെ ഏറ്റവും വലിയ പ്രശ്നം. വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാം. എന്തായാലും ഞാൻ വീട്ടിലൊറ്റയ്ക്കാണ്. അതായത് അമ്മ ഉണ്ട്. അമ്മ മീൻസ് ഗ്രാൻഡ്മ ഉണ്ട്. പിന്നെ ഡാഡി മീൻസ് ഗ്രാൻഡ്പ. അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ട്. പക്ഷേ ഏട്ടൻ, ചേച്ചി, ആൻറ്റി ഇവർ പുറത്തേക്ക് അങ്ങോട്ട് പോയി. ഉണ്ണിക്ക് സ്കൂളുണ്ട്. ഉണ്ണി സ്കൂളിലേക്ക് പോയി. എനിക്ക് സ്കൂളുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു തൊണ്ടവേനും പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പോയില്ല. അയ്യോ, എനിക്ക് ബോറടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ബോറടിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഒരു വ്ളോഗ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചെയ്യാമെന്ന്. ഗൈസ്, കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ക്യാമറയുടെ മുന്നിലേക്ക് വരുന്നത്. ഇതുവരെയും ഞാൻ ഇങ്ങനെ ക്യാമറയുടെ പിന്നിലിരിക്കുക, കൈ കാണിച്ച് ഷൂട്ട് ചെയ്യുക, അതുപോലെ വോയിസ് ഓവർ കൊടുക്കുക, ഇതായിരുന്നു പരിപാടി. പക്ഷേ ഇപ്പോൾ പനി ആയതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോസ് ഇല്ലാത്തത്. പിന്നെ സജഷൻസൊക്കെ ചെയ്യാൻ പറഞ്ഞാലും ആരും പറയുന്നില്ല. അപ്പം പിന്നെ അത് ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല എന്ത് വീഡിയോ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാത്ത. അങ്ങനെ പിന്നെ നമ്മൾ അതാണ് മെയിൻ കാരണം വീഡിയോ ചെയ്യാത്തതിൻ്റെ. പിന്നെ അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോഴാണ് ഒരാൾ ലുഡോ ബ്ലൈൻഡ് ബാഗ് ചെയ്യുമോ എന്ന് ഇങ്ങനെ ചോദിച്ചത് കണ്ടത്. അപ്പോഴാണ് ഒരാളെങ്കിലും കമൻറ്റ് ഇട്ടല്ലോ. അപ്പോൾ ലുഡോ ബ്ലൈൻഡ് ബാഗ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓക്കെ എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അതിന് വോയിസ് ഓവർ ജസ്റ്റ് ഒരു കുഞ്ഞു പാർട്ടിൽ വോയിസ് ഓവർ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അത് ചെയ്യുമ്പോൾ ഭഗവാനെ പെട്ടു. കാരണം സൗണ്ടൊക്കെ പോയി. അപ്പം വീഡിയോ എന്തായാലും വേറെ സൗണ്ടിലായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ആ സൗണ്ട് പറ്റി കേൾപ്പിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് ആ വീഡിയോ കണ്ടാലും മനസ്സിലാവും. പിന്നെ ഈ ഒരു വോയിസ് ശരിയല്ലാത്തതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോസ് ഇല്ലാതിരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ച് നേരം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് പോയിരുന്ന് പഠിക്കാം. കുറച്ചുകൂടിയും ബാക്കി ആ ഒരു ലെസൺ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഗൈസ്, പുറത്ത് ഡാഡി എന്തോ കൊടുന്നിട്ടുണ്ട്.
നമുക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിൽ കിട്ടി. ഗൈസ്, ഞാനവിടെ പോയിട്ട് ഒരു കടലമിഠായി എടുത്തു, 3 ഡ്രൈ ജാമുൻ എടുത്തു. അവ നമുക്ക് ഇരുന്ന് കഴിക്കാം. ഗൈസ്, ഇത് നോർമലായിട്ട് പൊട്ടിച്ചിട്ട് പൊട്ടണില്ല. അപ്പം നമുക്ക് ഒരു പെന്നെടുക്കാം. ഗൈസ്, ഇനി നമുക്ക് കുറച്ച് നേരം ഇത് കഴിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് കുറച്ച് നേരം യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതാക്കിയിട്ട് നമുക്കിത് കഴിക്കാം. ഇത് ഫിനിഷ് ആക്കാം നമുക്ക്. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ വന്നതാണ്. ചേച്ചിക്ക് ഒരു ചിത്രം വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. സോ അപ്പോൾ അത് വരയ്ക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നേരം ഇന്ന് ചിത്രം വരച്ചു. അങ്ങനെ കുറേ പരിപാടികൾ നമ്മൾ ചെയ്തു. കുറച്ചധികം നേരം എടുത്തു നമ്മുടെ ചിത്രം വരച്ച് കഴിയാൻ. സോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 2 മണി കഴിഞ്ഞു ഗൈസ്. അപ്പം നമ്മൾ ഇത്ര നേരം ആയിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിക്കണം. എന്താ ഫുഡ്? നമ്മൾ കഞ്ഞി കഴിക്കാം. വേറെ ഒന്നുമില്ല എന്നല്ല, ഉണ്ട്, പക്ഷെ എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാം. ഓക്കെ, ചുമ കൂടിയിട്ടുണ്ട് ഇപ്പോൾ. ഗൈസ്, പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ട ഗൈസ്, പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ്. ഉള്ളിലിരുന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഡോർ തുറന്നപ്പോൾ തന്നെ ഭയങ്കര തണുപ്പ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കഞ്ഞിയും ഒരു കടുമാങ്ങ അച്ചാറാണ് ഇട്ടെടുത്തിട്ടുള്ളത്.
ഉണ്ണിത് പൊന്തിക്കാൻ പറ്റും കൊണ്ടുപോകും. ഉണ്ണിയുടെ നോക്ക് ഗൈസ്. അപ്പം നമ്മൾ കോഫി കുടിക്കാൻ വന്നു. അപ്പം നമുക്ക് കോഫി കുടിച്ചിട്ട് പിന്നെ നല്ല പതപ്പിച്ച കോഫി റസ്കും ഉണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം. ഗൈസ് അങ്ങനെ വൈകുന്നേരം 5:15 5:20 ആയി. ബോറടിച്ചു. കുറച്ചേരം ബോറടിച്ചു. കോഴിപ്പളമൊക്കെ കൂക്കുന്നു. അപ്പോൾ ഇനി എന്തോ ഒരു ഫേസ് മാസ്ക് ഫേസ് പാക്ക് അല്ലേ, ഫേസ് പാക്ക് ഉണ്ടാക്കണം വിചാരിച്ച് ഏതോ കാലത്ത് തുടങ്ങിയതാണ്. ഉണ്ടാക്കണം വിചാരിച്ച് നിൽക്കൽ വൈറലായിട്ടുള്ള സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ചായി. പക്ഷേ നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എന്തായാലും നമുക്ക് ഉണ്ടാക്കണം. നമ്മൾ പനിയും ചുമയൊന്നും നമുക്ക് ഫേസ് പാക്കിൻ്റെ ഇതിൽ നമ്മൾ കാര്യമാക്കണില്ല. പക്ഷേ സ്കൂൾ പോകുന്നതിൽ നമ്മൾ കാര്യമാക്കുന്നുണ്ട്. ഫേസ് പാക്ക് നമ്മളിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ കഴുകി കളയും. പക്ഷേ ഇത് അതുപോലെയല്ല, സ്കൂൾ അതുപോലെയല്ലല്ലോ. എന്തായാലും ആ ഒരു വീഡിയോ കൂടിയും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി ഒരു 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അയ്യോ എനിക്കിത് ബോറടിക്കണമെങ്കിൽ വീഡിയോ എടുക്കാൻ ഞാൻ ചില സമയത്ത് മറക്കും. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ എന്തേലും ഇതിലിങ്ങനെ കുറേ നേരം ഇരുന്നിട്ട് പിന്നെ ആ വീഡിയോ എടുക്കണം, അതിനെ ഞാൻ മറന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ബാക്കി ഷൂട്ട് ചെയ്യില്ല. ബാക്കി അത്രയും നേരത്തെ പോയില്ലേ വെച്ച് ഞാൻ ബാക്കി ഷൂട്ട് ചെയ്യില്ല. പിന്നെ എടുത്ത വീഡിയോ ഞാൻ കളയും. അപ്പോൾ ഇനിയിപ്പോൾ ആ ഫേസ് മാസ്ക് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ പാസ്ത ഉണ്ടാക്കി കഴിക്കാൻ പോവാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കിയ പാസ്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ല എരിവും ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് കുറച്ച് കഴിക്കാൻ പറ്റിയുള്ളൂ. പക്ഷേ പ്രാവശ്യം ശ്രമിക്കാം. പക്ഷേ പ്രാവശ്യം പനിയും കൂടി വന്നുകൊണ്ട് വലിയൊരു ഇതും കൂടി ഇല്ല. എന്നിൽ തന്നെ വിശ്വാസമല്ല. സാരമില്ല, നമുക്ക് ട്രൈ ചെയ്യാം. പറ്റുന്ന പോലെ കഴിക്കാം ഗൈസ്. ഇവിടെ പാസ്ത റെഡിയും കൊണ്ട് ഇരിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അത്രയും നേരം ഇന്ന് ബോറടിക്കണ്ട എന്നുള്ളത് കൊണ്ട് നമുക്ക് TV ഇടാം. ഇവിടെ അതിൻ്റെ റിമോട്ട് ഇവിടെ ഉണ്ടെങ്കിലും നമ്മളത് എടുക്കില്ല. നമ്മൾ ഇതിൽ തൊട്ട് തന്നെ ഓണാക്കും. ഇത് അറിഞ്ഞതിന് ശേഷം ഇത് എടുക്കാറില്ല. ഇതിൽ തൊട്ടിട്ട് ഓൺ ചെയ്യാറാണ് പതിവ്. ഗൈസ് ഇതിപ്പോൾ ഒരു 6:30 ആയിരുന്നെങ്കിൽ നമുക്ക് ഉപ്പുമുളകും കാണാമായിരുന്നു. പക്ഷേ 6:30 ആയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉള്ള നോക്കാം. ഞാൻ TV നോക്കുമ്പോൾ ഉപ്പുമുളകും കണ്ടു. അപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ എന്തായിന്ന് പോയി നോക്കാം. ചേച്ചി ഇവിടെ നിന്ന് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. നമുക്കിത് എന്താണെന്ന് അറിയാത്തോണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം ഗൈസ്. നമ്മൾ TV ഒക്കെ ഇട്ടിട്ട് നമ്മൾ TV കണ്ടിട്ടില്ല അത്ര നേരമായിട്ട്. നമ്മൾ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേച്ചി പാസ്ത ആ സാധനം ഇട്ട് മിക്സ് ചെയ്യണു. ഇനി ഇവിടെ നിന്ന് പോവാം. ഇപ്പോൾ വീഴും ചെയ്തേനെ. ഓക്കെ, നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. TV ഉപ്പുമുളകും ഉണ്ട്. അയ്യോ, അപ്പം ഇനി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കഴിയാൻ കുറച്ച് നേരം കൂടിയുള്ളൂ. ഞാൻ ഉറങ്ങണ വരെ ഞാൻ എടുക്കുന്നുണ്ടാവില്ല. കാരണം എന്താ പറയുക, പറ്റുമെങ്കിൽ എടുക്കാം. പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്യാനാണ് എനിക്ക് മടി ഗൈസ്. കാരണം എഡിറ്റ് ചെയ്യാൻ കുറേ ഉണ്ടാവും. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ നല്ല മടിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് അങ്ങനെ ലോങ് വീഡിയോ കൂടുതൽ എടുക്കുകയാണെങ്കിലും ഞാൻ മറ്റേ ഫോണിലൂടെ അല്ല, മറ്റേ ഫോണിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ. മറ്റേ ഫോണിൽ ഷൂട്ട് ചെയ്ത് മറ്റേ ഫോണിൽ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ കുറേ നേരം എടുക്കും. പക്ഷേ എത്രയും മിനിറ്റ് ഉള്ളെങ്കിലും 16 മിനിറ്റ് 15 മിനിറ്റൊക്കെ ഉള്ളെങ്കിലും ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും അതിനേക്കാളും നേരം എടുക്കും. അപ്പോൾ അതന്നെ. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മുടെ പാസ്ത അടിയിൽ പിടിച്ച് കഴിഞ്ഞു എന്ന് ചേച്ചി പറഞ്ഞു. സാരമില്ല, നമുക്ക് കഴിക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ പാസ്ത കഴിക്കാൻ പോവാണ്. നമ്മൾക്ക് ഫോർക്കിൻ്റെ സ്പൂണിൻ്റെ ആവശ്യമില്ല. നമ്മൾ കൈ കൊണ്ട് കഴിക്കും.
ഞാനൊരു ടേസ്റ്റ് ഐഡന്റിഫൈ ചെയ്തോണ്ട് നിൽക്കുക. മീൻ്റെ ടേസ്റ്റ് മാവിന്റെ ഇതിനിടയിൽ മീനിന്റെ ടേസ്റ്റ് ഒക്കെ വരുന്നു അല്ലേ? കഴിക്കാം. അങ്ങനെ ഗായ്സ് നമ്മൾ പാസ്ത കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചു നേരം എന്താ വേറെ പണിയൊന്നുമില്ല, ഫോൺ കണ്ട് കിടക്കുക. ഗായ്സ് അമ്മ കുറച്ച് പാൽപ്പൊടി തന്നു, അപ്പം അത് കഴിക്കുകയാണ്. ഗായ്സ് സാധാരണ എല്ലാവരുടെയും ഡേ ഇൻ മൈ ലൈഫ് പറയുമ്പോൾ രാവിലെ നീക്കുമ്പോൾ തുടങ്ങും. പക്ഷെ ഞാൻ രാവിലെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണത്. സാരല്ല. അപ്പോൾ ഗായ്സ് നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് വേറെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. അപ്പോൾ ബൈ.